യുക്രൈൻ പ്രസിഡന്റ് വ്ളാഡിമിർ സെലൻസ്കി ഹീറോയാകുന്നുവോ? അമേരിക്കയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് നേർക്കുനേർ മറുപടി കൊടുത്ത യുക്രൈൻ പ്രസിഡന്റിന് വീരപരിവേഷമാണ് ഇന്ന്. അമേരിക്കയുടെ ധാർഷ്ട്യത്തെ തകർത്ത നേതാവായി ആഗോളതലത്തിൽ അംഗീകരിക്കുകയാണ് സെലൻസ്കിയെ. അമേരിക്കയിൽ നിന്നും സെലൻസ്കി എത്തിയത് ബ്രിട്ടനിലാണ്. അവിടെ രാജകീയ സ്വീകരണമാണ് കിട്ടിയത്. ആരും റഷ്യയ്ക്കായി അവിടെ വാദിക്കുന്നില്ല. യുക്രൈന് പൂർണ്ണ പിന്തുണ നൽകുകയാണ് ബ്രിട്ടൻ. യൂറോപ്പിന്റെ മനസ്സിൽ സെലൻസ്കിയുടെ ഇമേജ് ഉയരുന്നുവെന്നാണ് സാരം. ബ്രിട്ടനിൽ സെലൻസ്കിയെ സ്വീകരിച്ചത് പ്രധാനമന്ത്രി കീർ സ്റ്റാർമറാണ്. സ്നേഹചുംബനമാണ് സെലൻസ്കിക്ക് കിട്ടിയത്. ഇതിനൊപ്പം റഷ്യയെ പ്രതിരോധിക്കാനുള്ള സാമ്പത്തിക കരുത്തും. അതിനിടെ ട്രംപിനെതിരായ രോഷവും ബ്രിട്ടനിൽ ഉയർത്തുന്നുണ്ട്. ബ്രിട്ടനിലേക്കുള്ള ട്രംപിന്റെ വരവ് പോലും റദ്ദാക്കണമെന്ന വാദം സജീവമാണ്. അങ്ങനെ യുക്രൈൻ റഷ്യ സംഘർഷത്തിൽ വീണ്ടും പ്രതിസന്ധി രൂക്ഷമാകുന്നു. ബ്രിട്ടനിൽ റഷ്യയ്ക്ക് ശതകോടികളുടെ ആസ്തിയുണ്ട്. ഇതെല്ലാം റദ്ദാക്കാനാണ് ബ്രിട്ടന്റെ നീക്കം. പകരം ഇതെല്ലാം യുക്രൈന് നൽകും. സാമ്പത്തികമായി യുക്രൈന് വലിയ കരുത്താണ് ഈ തീരുമാനം. യുക്രൈനിൽ ആയുധ നിർമ്മാണശാലയ്ക്കായി ശതകോടികളുടെ വായ്പയും ബ്രിട്ടനിൽ നിന്ന് കിട്ടും. ട്രംപുമായുള്ള ചർച്ചകളിലെ അതൃപ്തി പ്രകടമാക്കി സെലൻസ്കി രംഗത്ത് വന്നത് രാജ്യാന്തര തലത്തിൽ വലിയ ചർച്ചയായി മാറി. യുക്രൈനെ കേൾക്കുകയും മറക്കാതിരിക്കുകയും ചെയ്യേണ്ടത് പ്രധാനമാണെന്ന് സെലൻസ്കി പറഞ്ഞു. യൂറോപ്യൻ നേതാക്കളുമായുള്ള പ്രതിരോധ ഉച്ചകോടിക്ക് മുന്നോടിയായുള്ള വാർത്താ സമ്മേളനത്തിലായിരുന്നു അദ്ദേഹത്തിന്റെ പ്രസ്താവന. രാജ്യത്തിന്റെ അതിജീവനത്തിന് അമേരിക്കയുടെ സഹായം നിർണായകമായിരുന്നു. തന്ത്രപരമായ പങ്കാളിയായി തന്നെയാണ് ഇരു രാജ്യങ്ങളും തുടരുന്നത്. എന്നാൽ പൊതുവായ ലക്ഷ്യങ്ങൾ മനസ്സിലാക്കാൻ പരസ്പരം സത്യസന്ധത ഉള്ളവരായിരിക്കണം. സുരക്ഷാ ഉറപ്പുകൾ നേടുന്നതിനുള്ള ആദ്യ പടിയെന്ന നിലയിൽ ധാതു കരാറിൽ ഒപ്പുവയ്ക്കാൻ തയ്യാറാണ്. സുരക്ഷാ ഉറപ്പുകളില്ലാത്ത ഒരു വെടിനിർത്തൽ അപകടകരമാണ്. അമേരിക്ക ഞങ്ങളുടെ പക്ഷത്താണെന്ന് യുക്രൈൻ ജനത അറിയേണ്ടതുണ്ടെന്നും സെലൻസ്കി പറയുന്നു. അമേരിക്ക നൽകിയ പിന്തുണയ്ക്ക് നന്ദി അറിയിക്കുന്നതായും അദ്ദേഹം കൂട്ടിച്ചേർത്തു. യുക്രൈനുള്ള പിന്തുണ ശക്തിപ്പെടുത്തുമെന്ന നിലപാടിലാണ് യൂറോപ്യൻ നേതാക്കൾ. ഇതിന്റെ ഭാഗമായാണ് പ്രതിരോധ ഉച്ചകോടി സംഘടിപ്പിക്കുന്നതും. അതിനിടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും സെലൻസ്കിയും തമ്മിൽ നടന്ന കൂടിക്കാഴ്ച വാക്കേറ്റത്തിലും വെല്ലുവിളിയിലും കലാശിച്ചതിന് പിന്നാലെ സെലൻസ്കി നടത്തിയ പ്രതികരണവും ചർച്ചയിലുണ്ട്. USന്റെ എല്ലാ പിന്തുണയ്ക്കും ഹൃദയം നിറഞ്ഞ നന്ദി. പ്രസിഡന്റ് ട്രംപിനും കോൺഗ്രസിനും അമേരിക്കൻ ജനതയ്ക്കും നന്ദി പറയുന്നു. യുക്രൈൻ ജനത എല്ലായ്പ്പോഴും ഈ പിന്തുണയെ വിലമതിക്കുന്നുണ്ട്. ഏറെ പ്രത്യേകിച്ച് അധിനിവേശത്തിന്റെ കഴിഞ്ഞ 3 വർഷങ്ങളിൽ, സെലൻസ്കി എക്സിൽ കുറിച്ചു. ട്രംപും സെലൻസ്കിയും മുഖാമുഖം തർക്കിക്കുകയും സംയുക്ത വാർത്താ സമ്മേളനത്തിൽ നിന്ന് പിന്മാറുകയും ചെയ്യുന്ന അപൂർവ ദൃശ്യങ്ങളായിരുന്നു നേരത്തെ പുറത്തു വന്നത്. സെലൻസ്കി അനാദരവ് കാണിക്കുന്നുവെന്ന് അമേരിക്കൻ വൈസ് പ്രസിഡന്റ് വാൻസ് ആരോപിച്ചതോടെയായിരുന്നു ചർച്ച വാഗ്വാദത്തിലേക്ക് പോയത്. അതിരൂക്ഷ തർക്കത്തിന് പിന്നാലെ സെലൻസ്കി വൈറ്റ് ഹൌസിൽ നിന്ന് മടങ്ങിയിരുന്നു. ഇവിടെ നിന്നാണ് ലണ്ടനിൽ എത്തിയത്. സെലൻസ്കി പ്രധാനമന്ത്രി സ്റ്റാർമറുമായി ഡൗണിംഗ് സ്ട്രീറ്റിൽ കൂടിക്കാഴ്ച നടത്തി. യുദ്ധത്തിന്റെ തുടക്കം മുതൽ UK യുക്രൈനോട് കാണിച്ച പിന്തുണയ്ക്ക് സെലൻസ്കി നന്ദി പറഞ്ഞു. ചാൾസ് രാജാവുമായി കൂടിക്കാഴ്ച നടത്തുമെന്ന് അദ്ദേഹം അറിയിച്ചു. വായ്പാ കരാറിൽ UK ചാൻസലർ റേച്ചൽ റീവ്സും യുക്രൈൻ ധനമന്ത്രി സെർജി മാർചെങ്കോയും ഒപ്പുവച്ചു. ആദ്യ ഗഡു അടുത്ത ആഴ്ച പ്രതീക്ഷിക്കുന്നുണ്ട്. യുക്രൈൻ മരവിപ്പിച്ച റഷ്യൻ ആസ്തികളിൽ നിന്നുള്ള ലാഭത്തിൽ നിന്നാണ് കൈവീനുള്ള വായ്പയ്ക്ക് ധനസഹായം നൽകുകയെന്ന് ബ്രിട്ടൻ പറഞ്ഞു. യുദ്ധം ആരംഭിച്ചതു മുതൽ UK ഗവൺമെന്റിന് പിന്തുണയ്ക്ക് സെലൻസ്കി നന്ദി പറഞ്ഞു. യുക്രൈനിലെ ആയുധ നിർമ്മാണത്തിലേക്ക് ഫണ്ടുകൾ ചെലവഴിക്കും, സെലൻസ്കി എക്സിൽ കുറിച്ചു. ഈ യുദ്ധത്തിന്റെ തുടക്കം മുതലുള്ള വലിയ പിന്തുണയ്ക്ക് ബ്രിട്ടനിലെ ജനങ്ങൾക്കും സർക്കാരിനും ഞാൻ നന്ദി പറയുന്നു. യൂറോപ്യൻ നേതാക്കളെ ആകെ യുക്രൈന് പിന്തുണ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ ബ്രിട്ടന്റെ പിന്തുണ തേടിയാണ് സ്റ്റാർമറുമായി സെലൻസ്കി കൂടിക്കാഴ്ച നടത്തിയത്.